വിശ്രമിക്കുന്നതായ പാസ്റ്റർ KJ മാത്യുവിന്റെ മൂത്ത മകളായി ജനിക്കുവാൻ ദൈവം എനിക്ക് സഹായിച്ചു. परमेश्वर के दास आज परमेश्वर में आराम करने वाले पास्टर KJ मैथ्यू की सबसे बड़ी लड़की के रूप में मेरा जन्म हुआ. ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ പപ്പ ശുശ്രൂഷയിലായിരുന്നു. और मेरे जन्म से पहले ही मेरे पिता सेवा में थे. അങ്ങനെ ഞാൻ ജനിച്ച എനിക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട്. और मेरा जन्म हुआ और मेरे एक भाई और एक बहन है. ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. मेरे बचपन में ही परमेश्वर का प्रेम मेरे दिल में उतर आया. അതുകൊണ്ട് നിങ്ങൾ ഓർക്കല്ലേ, കൊച്ചു പ്രായമായി ഇങ്ങനെ മുട്ടായി തിന്നുകയും നമ്മൾ കളിക്കുക എല്ലാം ചെയ്യുമ്പോൾ ദൈവസ്നേഹം കൊണ്ട് പാടി പാടി നടക്കുകയല്ല. നിങ്ങൾ സാധാരണയായ ഒരു പിള്ളേരെ പോലെ തന്നെ കളിച്ച് വളർന്നു. और जैसे ही आप अधिकांश देखते हैं नॉर्मल जिस प्रकार से एक बच्चे का जीवन बढ़ता है वैसा ही मेरा जीवन भी आगे बढ़ा. എന്നാൽ എൻ്റെ മമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, परंतु मेरी माता ने इस प्रकार से कहा मुझे याद है. എവിടെ ഒരു യോഗത്തിന് പോയാലും നമ്മുടെ നാട്ടിൽ കേരളത്തിലാണല്ലോ പായെ മുന്നേ പോയേ ഇരിക്കുള്ളൂ, കയ്യിൽ ഒരു ബൈബിളും കാണണം. और जब कभी भी प्रार्थना में जाती हैं तो सबसे आगे एक चटाई बिठाई जाती है और आगे बैठकर एक बाइबल के साथ वहां पर बैठती हैं. വലിയ സന്തോഷമാണ് കൈയടിച്ച് പാട്ട് പാടാൻ. और ताली बजाकर गीत गाना मेरे लिए काफी आनंदित मैं महसूस करती थी. അങ്ങനെ ഞാൻ വളർന്നു വന്നുകൊണ്ടിരുന്നു. തൃശ്ശൂരിൽ എൻ്റെ പ്രിയ പിതാവ് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 10ാമത്തെ വയസ്സിൽ എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. और जब मेरे पिता त्रिशूर क्षेत्र में परमेश्वर की सेवकाई कर रहे थे और जब मेरी उम्र 10 साल की थी तब मैंने यीशु को अपना व्यक्तिगत उद्धारकर्ता के रूप में स्वीकार किया. 13ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു. और 13वीं साल की उम्र में मैंने बपतिस्मा लिया. അത് 13 വയസ്സുള്ള സമയത്ത് തന്നെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എൻ്റെ വല്യമ്മച്ചോടുകൂടി ഞാനിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ ആത്മാവിനാൽ നിറച്ചു. और 13वें साल की उम्र में ही जब मैं अपनी दादी के साथ बैठकर प्रार्थना कर रही थी तो परमेश्वर ने पवित्र आत्मा के अभिषेक से मुझे भर दिया. ആത്മാഭിഷേകം പറഞ്ഞ അന്ന് തന്നെ എൻ്റെ വല്യമ്മച്ചിയും ചിലരേ ഉള്ളായിരുന്നു. ഞാൻ അന്ന് തന്നെ ദൈവം പ്രവചനത്തിൻ്റെതായിട്ടുള്ള വരവും എനിക്ക് നൽകി. और जब प्रार्थना के दौरान उसी दिन विशेष नबूवत की भी एक आत्मा से खुदा ने मुझे भरपूर किया. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, എൻ്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയായി. എൻ്റെ മാതാപിതാക്കൾ പല സ്ഥലങ്ങളിലും വിവാഹങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു. और मेरे विद्यालय की पढ़ाई के बाद मेरे कॉलेज की पढ़ाई के बाद मेरे माता पिताओं ने कई जगह पर मेरे शादी के लिए वर ढूंढने लगे. ഞാൻ തന്നെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്ന സ്വഭാവം എൻ്റെ ചെറിയ ടീനേജ് പ്രായം മുതലേ ഉണ്ട്. और मेरे किशोर अवस्था से ही परमेश्वर की हुजूरी में समय बिताना, प्रार्थना करना एक मेरी आदत बन गई थी. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പല ആലോചനകൾ, മോളെ എവിടാണ് കഴിക്കുന്നത്, ഞാൻ പറയും കർത്താവേ ദൈവഹിതമുള്ളതായ ഒരു ദൈവദാസനായിരിക്കണം എൻ്റെ ഭർത്താവ്. जब कभी भी मैं बैठती या वहां पर रहते थे कई लोग पूछते थे इनकी शादी कहां पर होगी, लेकिन व्यक्तिगत रूप से मैं खुदा से कहती थी खुदा आपकी इच्छा के अनुसार एक वर होना चाहिए. ഒരു ഡയറി എടുത്ത് എഴുതുന്ന സ്വഭാവം എപ്പോഴും ഉണ്ട്, ഇന്നും ഉണ്ട്, എപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട്. एक डायरी एक रोजनामचा में रोज लिखने का एक स्वभाव या मेरी एक आदत रही है. ഞാൻ പ്രാർത്ഥിച്ചു, പാസ്റ്റർ KJ മാത്യു പോലോ അതുപോലുള്ളതല്ല, ഞാൻ കല്യാണം കഴിക്കുന്ന എൻ്റെ ഭർത്താവ് ഏറ്റവും ഉന്നതനായ ഒരു ദൈവദാസനായിരിക്കണം, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു കർത്താവിൻ്റെ ദാസനെ വേണം എനിക്ക് ഭർത്താവായിട്ട് തരുന്നത്. मैं प्रार्थना करती थी खुदा से कि किस प्रकार से जैसे मेरे पिताजी परमेश्वर के दास थे उसी प्रकार से काफी एक अच्छे उन्नत एक परमेश्वर के दास से मेरी शादी होनी चाहिए, ऐसी मैं प्रार्थना करती थी. എനിക്ക് പാസ്റ്റർ വേണം, പക്ഷേ അദ്ദേഹം വലിയ ഉന്നതനായിരിക്കണം. मुझे एक पासवान चाहिए लेकिन एक अच्छे उन्नत एक पद पर वो होने चाहिए. നമുക്കറിയാലോ, ഇതൊന്നും നമുക്ക് ആ കാലത്ത് അപ്പനോടും അമ്മയോടും ഒന്നും പറയാനൊക്കത്തില്ല. और ये बातें उन समय उन दौरान अपने माता पिता से हम नहीं कहते थे. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനുമായിട്ടുള്ള വിവാഹാലോചന നടന്നു. ചുരുക്കി പറയട്ടെ, ചങ്ങനാശ്ശേരിയിൽ 1980 ഡിസംബർ 11 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. दिसंबर 11 1980 में चंगनाश्शेरी में हम दोनों का विवाह हुआ. ബാബുജാൻ എന്നോട് പറഞ്ഞു, ജോയ്സിന് അറിയാമല്ലോ, ഇവിടെ നമ്മൾ കേരളത്തിൽ നിൽക്കത്തില്ല, നിന്റെ വീട് കളമശ്ശേരിയിലും എൻ്റെ വീടൊക്കെ ചങ്ങനാശ്ശേരിയിലാണ്, നമ്മൾ നേരെ പോകുന്നത് വടക്കേണ്ടിയിലോട്ടാണ്. और तब मेरे पति ने मुझसे कहा कि आप कड़मश्शेरी के हो, मैं चंगनाश्शेरी का हूँ, लेकिन हमको सीधे उत्तर भारत जाना है. വിവാഹം കഴിഞ്ഞ് വെറും 10 ദിവസമേ ആയിട്ടുള്ളൂ. और शादी के पश्चात सिर्फ 10 दिन ही गुजरे थे. വടക്കേണ്ടി എന്തുവാന്ന് നമുക്കറിയത്തില്ല. और उत्तर भारत क्या है हम नहीं जानते थे. ഉള്ളത് പറഞ്ഞാൽ വടക്കേണ്ടി എനിക്ക് ഇഷ്ടമല്ല. और अगर खुलकर कहूँ तो उत्तर भारत से मैं ज्यादा प्रेम नहीं करती थी. ആ സമയത്ത് उस समय ഏകദേശം 2 വർഷം എടുത്തു ഞാൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ. और करीब करीब 2 साल लगे मुझे वहां पर एडजस्ट करने के लिए. അവിടെ ചെന്നിറങ്ങി ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ചെറുതായിട്ട് ഞങ്ങളുടെ വീട്ടിൽ 1ാമത്തെ സഭായോ ആരംഭിച്ചു. और जब वहां पर हम उतरे, भाषा नहीं आती है, कुछ भी हमको आता नहीं था, लेकिन एक छोटे से रूप में एक आराधना सभा का आरंभ हमने वहां पर किया. ഒരു ദിവസം एक दिन ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. जब मैं परमेश्वर से प्रार्थना कर रही थी, നീ എന്തിനാണ് കർത്താവ് എന്നെ ഇങ്ങോട്ട് അയച്ച്, ഞാൻ എന്തോ വേല ഇവിടെ ചെയ്യാനാണ്, ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. खुदा तूने मुझे यहाँ पर मुझे क्यों भेजा, मुझे कोई भाषा नहीं आती, किस प्रकार की सेवा मैं करूंगी. ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ കേട്ടു. तब परमेश्वर की वाणी मैंने सुनी. പ്രിയ മകൾ ജോയ്സെ,
हे प्रिय बच्ची जोइस, നിന്നോട് ഞാൻ പറയുകയാണ്, मैं तुझसे कहता हूँ, നിന്നെ എന്റെ ഇഷ്ടപ്രകാരമാണ് ഇവിടെ അയച്ചിരിക്കുന്നത്. मैंने अपनी इच्छा के अनुसार तुझे यहाँ पर भेजा है. എന്റെ ദാസൻ പോയിട്ട് തിരികെ വരുന്നവരെ നീ മുട്ടന്മേൽ പ്രാർത്ഥിക്കണം. അതാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. मेरा दास जब जाकर सेवकाई करेगा तो घर पर घुटनों पर बैठकर प्रार्थना करना, ये तेरी सेवकाई है. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. जब ये बात, ये वाणी खुदा से मैंने सुनी तो मैं आनंदित हो गई. ആ പറഞ്ഞ ശബ്ദം, वो जो शब्द मैंने सुना, അന്ന് മുതൽ ഈ 45 വർഷവും ഞാൻ ചെയ്യുന്നുണ്ട്. तब से लेकर आज 45 साल पूरे होने तक मैं करते आ रही हूँ. കർത്താവിന്റെ ദാസൻ എവിടെ പോയാലും, खुदा के दास जहां भी सेवा में जाते हैं, എനിക്കറിയത്തില്ല എവിടെല്ലാം ആസാമാണോ ഒറീസയാണോ നേപ്പാളോ, ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. मैं नहीं जानती आसाम में, उड़ीसा में, नेपाल में कई जगहों पर जाती है, लेकिन मैं घर बैठकर आंसुओं के साथ उनके लिए प्रार्थना करती हूँ. രണ്ടാമത്തെ ശബ്ദം, दूसरी वाणी, ദൈവം ഞാൻ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരും. खुदा ने कहा कि मैं तुझे बच्चों से भरपूर करूंगा. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും അവരെ ആത്മീയ രീതിയിൽ വളർത്തിയെടുക്കുകയും ചെയ്യണം. जिस प्रकार से तू अपने पति के लिए प्रार्थना करती है, वैसे ही अपने बच्चों के लिए तू रोकर प्रार्थना करे और आत्मिक रीति से उन्हें आगे बढ़ाए. അതാണ് നിന്റെ കടമ. ये तेरी जिम्मेदारी है. നീ ട്രാക്ട് വയ്ക്കാനോ ട്രാക്റ്റും കൊണ്ട് നടക്കാനോ और सुसमाचार या ट्रैक्ट बांटने के लिए तुझे, അതെല്ലാം എന്റെ ദാസൻ ചെയ്യുന്നുണ്ട്. वो सब मेरा जो दास है वो कर लेगा. എന്നാൽ ഒരു ആത്മീയ തലമുറയെ വളർത്തിയെടുക്കുവാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. परंतु एक आत्मिक पीढ़ी को बढ़ाने के लिए, आगे ले जाने के लिए मैं तुझे सौंपता हूँ. അന്നേരം പറഞ്ഞു, നീ അത് ശരിയായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഉപയോഗിച്ചതിലും 10 ഇരട്ടി നിന്റെ മക്കളെ ഞാൻ ഉപയോഗിക്കും. और अगर तू सही रीति से उसको करेगी तो तेरे परिवार को 10 गुना मैं उनका इस्तेमाल करूंगी. ബാക്കി കാര്യമെല്ലാം നീ ബാക്കി ചെയ്താൽ മതി. അതിഥി സൽക്കാരം ഇത് 2 പ്രധാനപ്പെട്ട കാര്യമാണ്. और ये बाकी सब जो बातें हैं वो तुझे करते रहना, लेकिन ये जो है वो प्रमुख बात है. ആ ശബ്ദത്തെങ്കിൽ ഞാൻ പരിപൂർണമായിട്ട് ദൈവസന്നിധിയിൽ उस वाणी के सम्मुख अपने आप को मैंने नम्र किया. കർത്താവേ ഞാനത് ചെയ്തോളാം. खुदा से कहा, खुदा मैं ये कर लूंगी. അനേക വിവാഹങ്ങൾ, അനേക വലിയ ഫങ്ഷൻസ് എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. കാരണം എൻ്റെ പിള്ളേരുടെ പരീക്ഷയും പിള്ളേരെ നോക്കുന്നതുകൊണ്ട്. कई समारोह में, शादी समारोह में और बड़े फंक्शंस में मुझे जाने का अवसर नहीं मिला. उसका कारण ये था कि बच्चों को देखना या उनकी परीक्षा के संबंधित में उनके साथ रहना. ഞാൻ കർത്താവിന്റെ ദാസനെയും എൻ്റെ 3 പിള്ളേരെയും അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. और मैं एक ऐसी स्त्री हूं कि मैं अपने पति को और अपने तीनों बच्चों को बहुत प्रेम उनसे करती हूं. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ 4 കൊച്ചുമക്കളെയാണ്. और आज मैं सबसे ज्यादा अपने 4 जो पोते पोतियां है उनसे प्रेम करती हूं. അങ്ങനെയാണ് എൻ്റെ സംക്ഷിപ്തമായ സാക്ഷ്യം. इस प्रकार से मेरी जो गवाही है मैंने आपको बताया. ദൈവം ഇന്നുവരെയും നടത്തുന്നു. अभी तक खुदा ने मुझे चलाया. അങ്ങനെ തന്നതായ ആ പ്രാർത്ഥനയുടേതായിട്ടുള്ള ആ കാര്യം അത് വളർന്ന്, और जैसे जैसे वो प्रार्थना का जो स्वभाव था वो बढ़कर, വടക്കേ ഇന്ത്യയിൽ 45 വർഷമായിട്ട് 1400 പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ദൈവം ഉടലെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. उत्तर भारत में करीब 1400 प्रार्थना समूह बनाने के लिए खुदा ने सहायता किया. 32 വർഷമായി എൻ്റെ വീട്ടിലുള്ള ബേസ്മെന്റിൽ സഹോദരിമാരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. और करीब 32 साल से हमारे घर का जो बेसमेंट है वहां पर बहनें इकट्ठे होकर प्रार्थना करती है. പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന്റെ ജീവനാഡിയാണ്. और जो प्रार्थना है मेरा जीवन का श्वास है. ഒറ്റ ഒരു കൊച്ചു കാര്യം പോലും ഞാൻ പ്രാർത്ഥിക്കാതെ ചെയ്യത്തില്ല. और कोई भी छोटी सी छोटी बात के लिए भी बिना प्रार्थना के मैं नहीं करती हूँ. എൻ്റെ വീട്ടിലൊരു സാധനം പുതുതായിട്ട് കൊണ്ടുവന്നാൽ, ടോസ്റ്റർ തുടങ്ങി ഏറ്റവും വലിയ സാധനം പോലും അതെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ. मेरे घर के अंदर कोई उपकरण अगर मैं लेकर आती हूँ, भले छोटे से छोटा भी हो या बड़ा भी हो, उसके ऊपर हाथ रखकर प्रार्थना करके उसका इस्तेमाल करती हूँ. ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ക്രിസ്തുവിന്റെ വേലയിൽ അങ്ങേയറ്റം ഉത്സാഹമുള്ളവരുമായിരിക്കും. इसलिए प्रियो, मैं आपसे कहना चाहती हूँ, विश्वास के साथ, हियाव के साथ, बिना किसी डर के साथ आप मसीह सेवा में